ഈശംശിയാക്കി സ്തുതിയായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 30-ാം തിരുവചനം. വിശ്വാസത്തോടെ ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലതു വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. പ്രൈസ് ലോർഡ് സഹോദരങ്ങളെ, ഇന്ന് സാത്താൻ പല മേഖലകളിലും ഇതുപോലെയുള്ള കോട്ടകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ കോട്ടകൾക്കെതിരെയാണ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന. പ്രത്യേകിച്ച് യുവതലമുറകൾ മദ്യപാനത്തിൻ്റെ, ജഡീയ പാപത്തിൻ്റെ എല്ലാ അടിമത്തത്തിലേക്ക് അനേകർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സാത്താൻ വെച്ചിരിക്കുന്ന വലിയ കോട്ടകളാണ്. ഇതെല്ലാം തകർന്നു വീണ് എല്ലാവരും ഈശോയുടെ തിരുമുഖം കാണണം, ഈശോയുടെ സ്നേഹം അനുഭവിക്കണം. ഇതാണ് നമ്മുടെ മിഷൻ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം ഈ ഭൂമിയിൽ ഉണ്ടാകണം. സകല മനുഷ്യരും ഈശോയെ അറിയണം. ഈശോയുടെ സ്നേഹം അനുഭവിച്ചാൽ അവിടെ ശാന്തിയും സമാധാനവും അവിടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയം നമുക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരട്ടെ. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിൽ ശക്തമായി മുന്നേറാം. നിങ്ങളെല്ലാവരെയും സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.